അപ്പോൾ ഇന്നത്തെ ഒരു കിടിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡെയിലി യൂസിന് പറ്റുന്ന വെയിറ്റ് കുറഞ്ഞ് അത്യാവശ്യം കാഴ്ചയും അത്യാവശ്യം ബലവും കിട്ടുന്ന കുറച്ച് പാസറാണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുക. അപ്പോൾ നമ്മൾ ഡെയിലി യൂസിന് അതായത് 6 ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന, അതായത് ജോഡി 6 ഗ്രാം 3 ഗ്രാം വീതം 2 കൊലുസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് കളക്ഷൻസാണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് പരുന്തച്ചേനാണ്. ഇത് കുറേ നാളുകൾക്ക് മുമ്പേ ഉള്ള മോഡലാണ്. പരുന്തച്ചേനുണ്ട്, ബോംബെ ചെയിനുണ്ട്. ബോംബെ ചെയിൻ ഞാൻ ഇപ്പോൾ അടുത്ത് പരിചയപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഈ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തൂക്കം സ്റ്റാർട്ട് ചെയ്യുന്നത് 3 ഗ്രാം ഒരെണ്ണം, അതായത് 2 എണ്ണം 6 ഗ്രാമാണ് വരുന്നത്. അത്യാവശ്യം ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി കളക്ഷനാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നതും ഈ മോഡലാണ്. പിന്നെ കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഒരു പ്രോബ്ലമാണ് ഇതിന് വരുന്നത്. അത് കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കൊലുസ് അയഞ്ഞ് കഴിയുമ്പോൾ സംഭവം സ്മൂത്തായിട്ട് നല്ല അടിപൊളിയായിട്ട് കിടക്കുന്ന ഒരു കളക്ഷനാണിത്. പിന്നെ കൂട്ടത്തിൽ അത്യാവശ്യം സ്ട്രോങ്ങും അതുപോലെ തന്നെ നല്ല തിളക്കവും വരുന്ന ഒരു അടിപൊളി കളക്ഷനാണിത്. ഇതിന് ഹൈവേ ചെയിൻ എന്നാണ് പറയുക. പിന്നെ ഡബിൾ ബോക്സ് അങ്ങനെ പല പേരിലാണ് അറിയപ്പെടുന്നത്. കൂടുതലും ഹൈവേ ചെയിൻ എന്നാണ് ഇപ്പോൾ ഇത് അറിയപ്പെടുന്നത്. ഇത് കുറച്ചുകൂടെ നമ്മുടെ അതായത് അധികം സ്റ്റിഫാവാതെ കുറച്ച് അയഞ്ഞ രീതിയിൽ കിടക്കുന്ന ഒരു കളക്ഷനാണ്. അപ്പോൾ ഇതിങ്ങനെ ഇടുമ്പോൾ പുതിയതാവുമ്പോൾ കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കുന്ന ചെയിനാണ് നമ്മൾ നേരത്തെ കണ്ട പരുന്താന്ന് പറയുന്നത്. ഇതങ്ങനെയല്ല, ഇത് കുറച്ചുകൂടെ ഗ്ലേസിങ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് കിടക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു അടിപൊളി പാസറാണിത്. ഇതും ഈ പറഞ്ഞ 6 ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യും. 6 ഗ്രാം സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതിൻ്റേതായ ബലമാണ് അതിന് കാണത്തുള്ളൂ. കാലിലായതുകൊണ്ട് വെയിറ്റ് എത്ര കൂട്ടുന്നോ അത്രയും നല്ലതാണ്. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാനായിട്ടാണ് നമ്മൾ 6 ഗ്രാം മുതൽ അതിൻ്റെ വെയിറ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. പിന്നെ കൂട്ടത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെയിനാണ് ബോംബെ ചെയിൻ. അതിന് ബോംബെ ചെയിൻ, പ്രിയദർശിനി അങ്ങനെ പല പേരിൽ അറിയപ്പെടും. ഇത് ഡെയിലി യൂസിന് ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സ്റ്റിഫായി നിൽക്കുമെങ്കിലും അത് കുറച്ച് നാൾ കഴിഞ്ഞ് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് അയയും. അപ്പോൾ പിന്നെ നിങ്ങളുടെ കാലിൽ അങ്ങനെ കുറച്ച് സ്മൂത്തായിട്ട് കിടക്കും. പിന്നെ ഇതിനങ്ങനെ കൂടുതൽ കംപ്ലൈൻ്റ് ഒന്നും നമുക്കങ്ങനെ വരാറില്ല. ആകെ വരുന്നത് കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒന്ന് അയയും. അപ്പോൾ അതനുസരിച്ച് ചിലപ്പോൾ നീളം കുറച്ച് ഉപയോഗിക്കേണ്ടി വരും. അതല്ലാതെ വേറെ പ്രോബ്ലംസും ഇല്ലാത്ത ചെയിനാണ്. ഇത് നമുക്ക് വെയിറ്റ് 4 ഗ്രാമിലും ചെയിൻ കിട്ടും. പക്ഷേ വെയിറ്റ് 6 ഗ്രാമിലുണ്ടെങ്കിൽ കുറച്ച് ബലം കിട്ടത്തുള്ളൂ. ഈ കാണുന്ന ചെയിനെല്ലാം നമുക്ക് 4 ഗ്രാം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ 4 ഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ ആളുകൾക്ക് കൊടുക്കുന്നതല്ലേ. അപ്പോൾ സ്വർണ്ണമല്ലേ, കാലിൽ കിടന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരെണ്ണം 2 ഗ്രാം തൂക്കം വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം 10-16,000 രൂപയുടെ നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് മിനിമം ഒരു 6 ഗ്രാമിൽ ഇടുമ്പോൾ അതിൻ്റേതായ ബലം അതിനുണ്ടാവും. അപ്പോൾ ഈ കളക്ഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിനകത്ത് എൻക്വയറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്താലും മതി. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. നമുക്ക് ഓൺലൈൻ പർച്ചേസ് ഉണ്ട്. പിന്നെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് എവിടെയും കിട്ടുന്നതിനേക്കാളും ഏറ്റവും പണിക്കൂലി കുറച്ചിട്ട് നമുക്ക് ഈ ഗോൾഡ് നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. അപ്പോൾ പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഇനിയും വരും ഞാൻ. അതുവരെ എല്ലാവർക്കും ബൈ.